ക്രിസ്മസ് പ്രമാണിച്ച് ഡൽഹിയിലെ സീറോ മലബാർ രൂപതയായ ഫരീദാബാദിൽ നിന്ന് എല്ലാ വിശ്വാസികൾക്കും ഡൽഹിയിലും പരിസരത്തുമുള്ള എല്ലാവർക്കും ക്രിസ്മസിൻ്റെ സന്തോഷവും സമാധാനവും ആശംസിക്കുകയാണ്. ഒരു മതേതര രാഷ്ട്രമായ ഇന്ത്യയിലെ എല്ലാവർക്കും ഈ ക്രിസ്മസിൻ്റെ ആചാര അനുഷ്ഠാനങ്ങൾ പാലിക്കുവാനും യേശുവിൻ്റെ മനുഷ്യാവതാരം വഴി നമുക്ക് കരഗതമായിട്ടുള്ള സന്തോഷവും സമാധാനവും അനുഭവിക്കുവാനും സാധിക്കട്ടെ എന്നാണ് എൻ്റെ ആശംസ. യേശുവിലുള്ള അടിയുറച്ച വിശ്വാസം കൊണ്ട് ക്രൈസ്തവ സമൂഹമാകെ ഭാരതത്തിന് വലിയ സാക്ഷ്യമാകട്ടെ എന്ന് ഈ അവസരത്തിൽ പ്രത്യേകമായിട്ട് ഞാൻ ആശംസിക്കുന്നു. CBSE ആശങ്ക ഇങ്ങനെയുള്ള സംഭവങ്ങൾ അറിയിച്ചിട്ടുണ്ടെങ്കിലും ഒറ്റപ്പെട്ട സംഭവങ്ങളെ നമ്മൾ പൊതുവായിട്ട് കണ്ട് ഇന്ത്യയിൽ എല്ലായിടത്തും ഇങ്ങനെയുള്ള അക്രമങ്ങൾ ഉണ്ട് എന്ന് സ്ഥാപിക്കാനായിട്ടുള്ള ശ്രമം ചില ഭാഗത്തുനിന്നുണ്ടാകുന്നുണ്ട്. ചില സ്ഥലങ്ങളിൽ ഇങ്ങനെയുള്ള പ്രതികരണങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും പൊതുവെ ഇന്ത്യയിൽ എല്ലായിടത്തും തന്നെ ശാന്തമായിട്ട് കരോൾ സംഘങ്ങൾ പാടുകയും പാതിരാ കുർബാന നടത്തുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ള വസ്തുത നമ്മൾ മറക്കരുത്. നമ്മുടെ ഭാരതത്തിൽ പൊതുവെ മതേതര രാഷ്ട്രമായ ഇന്ത്യയിൽ പൊതുവെ എല്ലാ മതവിഭാഗങ്ങൾക്കും അവരുടേതായ രീതിയിൽ മത ആചാരങ്ങൾ അനുഷ്ഠിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്നുള്ള കാര്യവും നമ്മൾ ഈ അവസരത്തിൽ അനുസ്മരിക്കേണ്ടതാണ്. ഏതെങ്കിലും രീതിയിൽ ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും വിഭാഗീയതയുടെ പേരിൽ മതവിവേചനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരെ നിയമത്തിന് മുമ്പിലേക്ക് കൊണ്ടുവരേണ്ടതാണ്. ഇങ്ങനെയുള്ള അക്രമ സംഭവങ്ങൾ നമ്മുടെ രാഷ്ട്രത്തിൽ ഒട്ടും ഒരു ഭൂഷണമായിട്ട് ഞാൻ കാണുന്നില്ല. അവയെ നിയമപരമായിട്ട് തന്നെ കൈകാര്യം ചെയ്യുകയും അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ്. ഇവിടെ എൻ്റെ രൂപതയിൽ ഫരീദാബാദ് അതിരൂപതയിൽ എല്ലാ പള്ളികളിലും വളരെ ശാന്തമായിട്ട് ക്രിസ്മസിൻ്റെ ആഘോഷവും ഇന്നത്തെ ലാഡോസറായി ലിറ്റിൽ ഫ്ലവർ ചർച്ചിലാണ്. അതുപോലെ നമ്മുടെ അതിരൂപതയുടെ കീഴിലുള്ള മറ്റ് പള്ളികളിലും വളരെ സമാധാനപരമായിട്ട് ക്രിസ്മസ് ആഘോഷിക്കാനും കരോൾ സംഘങ്ങളുടെ സംഘങ്ങളുടെ പരിപാടികൾ നടത്താൻ സാധിച്ചു എന്നുള്ളതിന് ഞാൻ പ്രത്യേക നിയമത്തിന് നന്ദി പറയുകയാണ്. ഭക്തിയും സ്നേഹവും മനസ്സിൽ നിറച്ചുകൊണ്ട് വിശ്വാസികൾ ഒത്തുകൂടി തിരുപ്പിറവിയുടെ ഓർമ്മകളിൽ ലോക സമാധാനത്തിനായി ദില്ലിയിൽ നിന്നും ഹരിഗോവിന്ദ